അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ കീഴടങ്ങിയെന്ന വാർത്ത അടിസ്ഥാനരഹിതം. അതായത് അമേരിക്ക വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അലി ഖമേനിയെ, അവിടുത്തെ പരമോന്നത നേതാവ് അലി ഖമേനിയെ അവിടെ കാണാനില്ല. അദ്ദേഹം ഒളിവിൽ പോയി. അദ്ദേഹം അവിടുത്തെ ജനങ്ങളിൽ നിന്ന് വിട്ടുമാറി പേടിച്ചു വിറച്ച് ഇരിക്കുകയാണ് എന്നുള്ള വ്യാജ പ്രചാരണ വാർത്തകൾക്കിടയിൽ തിരിച്ചടിക്കും എന്ന ചങ്കുറപ്പോടെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ ഭരണകൂടവും അവിടുത്തെ പരമോന്നത നേതാക്കന്മാരും. അതായത് ഇതിനു മുമ്പും അവർ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്. ഞങ്ങൾ ഏത് വിധേനയും അത് കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പിന്നോട്ടില്ല എന്നുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തിറങ്ങുകയാണ്. എങ്ങനെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ? എത്രത്തോളം രീതികളിലേക്കാണ് ഇറാൻ കടക്കുന്നത്? രേഷ്മ, ഇതിലിപ്പോൾ നമ്മൾ ഈ ഇറാൻ വിഷയം അല്ലെങ്കിൽ ഇറാൻ അമേരിക്കൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന വിഷയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഏത് ഓൺലൈനും ഈ നിമിഷം നമ്മൾ മലയാളത്തിലുള്ള ഏത് പത്രസ്ഥാപനങ്ങളുടെയോ ചാനലിൻ്റെയോ ഒക്കെ ഓൺലൈനുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഉടൻ ഒരു യുദ്ധമുണ്ടാകും, ഖാംനെയി ബങ്കറിലേക്ക് പോയി, ഇറാൻ തകരാൻ പോകുന്നു എന്ന തരത്തിൽ ഓരോ മണിക്കൂറും ഇടവിട്ട് പലതരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളതിന് വ്യക്തത തേടിക്കൊണ്ട് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ വീഡിയോകളായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, അമേരിക്കയ്ക്ക് ഒരു വലിയ പ്രകമ്പനമുണ്ടാകും, ആദ്യ അടി ഇസ്രായേലിനായിട്ടായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ ഈ തംബ്നെയിൽ കണ്ടിട്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ നുണയാണ് പറയുന്നത്, ഇസ്രായേലിനൊന്നും പറ്റിയിട്ടില്ല, അമേരിക്കയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ ചീത്ത വിളിക്കുകയാണ്. അവർ സത്യം പറഞ്ഞാൽ ഇറാൻ തകരുന്നു എന്ന വാർത്ത കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇറാൻ്റെ വേർഷൻസ് പറയുന്നവരെ ഭയമാണ്, പുച്ഛമാണ്, അല്ലെങ്കിൽ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. നമ്മൾ യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായാലും പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞത് ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ്റെ നീക്കം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് എന്താ? ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ ആദ്യത്തെ അടി ഇസ്രായേലിനായിരിക്കും, രണ്ടാമത്തെ അടി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും ഒപ്പം തന്നെ ഇറാൻ്റെ തീരങ്ങളിലുള്ള അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെയായിരിക്കും. അത് ഇറാൻ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണ്, ഇറാൻ പ്രധാനമായും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇറാൻ തകർന്നു, ഖാംനെയി ഒളിവിലാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ മണിക്കൂറിലും മനോരമ ഓൺലൈനിലടക്കം വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കും അത് അങ്ങനെയാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ഇറാൻ്റെ ഔദ്യോഗികമായ ചില പ്രതികരണങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ ഇറാൻ്റെ കോൺസൽ ജനറലായിട്ടുള്ള സയ്യിദ് റസ മൊസയെ മോഡ്ഗാൽ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയ ഒരു നിർണായക പ്രതികരണം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത്, ഇറാൻ്റെ നേതൃത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തെക്കുറിച്ച് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ വാസ്തവ വിരുദ്ധവും സത്യവിരുദ്ധവുമാണ് എന്നാണ് ഇറാൻ്റെ ഇന്ത്യയിലെ കോൺസൽ ജനറൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതെന്തൊക്കെയാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് ജനങ്ങളെ. അതായത് രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് ഒരിക്കൽ പോലും ഒളിവിൽ പോയിട്ടില്ല, അദ്ദേഹം ഒരു പ്രത്യേക സുരക്ഷാ മേഖലയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് നേരത്തെ മുതൽ തന്നെ പുറത്തു വരുന്ന കാര്യമാണ്. പക്ഷേ അതൊരിക്കലും ആരാലും എത്തപ്പെടാൻ കഴിയാത്ത ഏകാന്ത തടവ് അനുഭവിക്കുന്നതിന് സമാനമായ വല്ല ഗുഹകൾക്കുള്ളിലോ അല്ലെങ്കിൽ വല്ല തുരങ്കങ്ങൾക്കുള്ളിലോ അദ്ദേഹത്തെ മൂടി വച്ചിരിക്കുകയല്ല. അദ്ദേഹം അതീവ സുരക്ഷാ മേഖലകളിൽ തന്നെയാണ്. അവിടേക്ക് ഏതെങ്കിലും ശത്രുക്കൾ വന്നാൽ അവരെ തകർത്ത് കളയാനുള്ള ഇച്ഛാശക്തിയും സന്നാഹങ്ങളും ഇറാൻ്റെ പക്കലുണ്ട്. അപ്പോൾ അത്രയും സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് ഖാംനെയി ഉള്ളത്. അല്ലാതെ പേടിച്ച് ഭയന്ന് അദ്ദേഹം ഒളിവിൽ പോയിട്ടില്ല. അങ്ങനെ ഒളിക്കേണ്ട ഒരു ആവശ്യവും ഇറാനില്ല. അങ്ങനെ പോകേണ്ട ഒരു ആവശ്യവും കൃത്യമായി പറഞ്ഞാൽ ഇറാനില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഭീഷണി വന്നിട്ടില്ല. അതാണ് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാന് നേരെ ഒരിക്കൽ പോലും ഒരു ഭീഷണി എന്ന നിലയിലേക്ക് അമേരിക്ക വെല്ലുവിളിക്കുന്നു, ട്രംപ് വെല്ലുവിളിക്കുന്നു, കുറേ കപ്പലുകൾ കടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു എന്നുള്ളതല്ലാതെ ഇറാൻ്റെ രോമത്തിൽ തൊടുന്ന വിധത്തിലേക്ക് എന്തെങ്കിലും ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു മാസമായിട്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ അതിനെ ഭയപ്പെടുന്നില്ല. പക്ഷേ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത ഇറാൻ തള്ളിക്കളയുന്നുമില്ല. അതുകൊണ്ട് അമേരിക്കയെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇറാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇറാൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ലോകത്തോട് ഇറാൻ പ്രതികരിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്
ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതായത് രാജ്യത്തിൻ്റെ പരമാധികാരി പരമോന്നത നേതാവ് എന്ന് പറയുന്ന ആയത്തുള്ള അലി ഖാംനെയിയെ സംരക്ഷിക്കുന്നത്, അദ്ദേഹത്തിന് സുരക്ഷ ഏർപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു ഭയപ്പാടിൻ്റെ വിഷയമല്ല. അത് ഭയന്ന് ഒളിച്ചിരിക്കുന്ന വിഷയമല്ല. കാരണം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് സുരക്ഷ ഒരുക്കുക, അദ്ദേഹത്തെ. പക്ഷേ ഒളിച്ചിരുന്ന ആരൊക്കെയാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് പലതവണ. ഇതിനു മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലേക്ക് ആക്രമണം നടത്തിയ ശേഷം അദ്ദേഹം ശരിക്കും ബംഗാളിലായിരുന്നു. അത് ഒളിച്ചിരിക്കുകയായിരുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വസതിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭരണസിരാ കേന്ദ്രങ്ങളിലോ ഒന്നും വരാതെ മാസങ്ങളോളം നെതന്യാഹു ഒളിച്ചിരുന്നിട്ടുണ്ട്. നെതന്യാഹു എവിടെയാണ്? നെതന്യാഹു നേരെ പോയിട്ട് ഒരു കുഴിക്കകത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ വെച്ചിട്ടാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. അങ്ങനത്തെ അവസ്ഥ ഇസ്രായേലിനുണ്ടായിട്ടുണ്ട്. ഇവിടെ ഇറാൻ്റെ ഭരണാധികാരി ഈ പറയുന്ന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഈ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി ഈ പറയുന്ന അവിടുത്തെ പ്രസിഡന്റുമായും സൈന്യവുമായും ഒക്കെ നിരന്തരമായി കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. അവിടുത്തെ ഡിഫൻസ് കൗൺസിൽ ചേരുന്നുണ്ട്. അവിടെ എങ്ങനെ പ്രതികരിക്കണം, ഏത് നിലയിൽ നിലപാട് സ്വീകരിക്കണം എന്നതിന് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഖാംനെയിക്കെതിരെ ഇറാൻ്റെ ഭരണാധികാരികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അമേരിക്ക നടത്തിയാൽ ട്രംപിനെയും ട്രംപിൻ്റെ കുടുംബാംഗങ്ങളെയും ട്രംപിൻ്റെ അസറ്റുകളെയും ആസ്തികളെയും ഒക്കെ ആക്രമിക്കണമെന്ന് ഇറാൻ്റെ സൈന്യം തീരുമാനിച്ചത് ഖാംനെയിയുടെ കൂടി അറിവോടുകൂടിയാണെന്നാണ് വന്ന വാർത്തകൾ. അപ്പോൾ ഖാംനെയി ഒളിച്ചിരിക്കുകയാണ് എന്ന വാദം പൂർണ്ണമായി ഇറാൻ തള്ളുകയാണ്. എന്ന് മാത്രമല്ല, ഖാംനെയിയുടെ നേതൃത്വം ഇറാൻ്റെ രാഷ്ട്രീയ ദൃഢതയ്ക്ക് കാരണമാണ്. അതായത് ഇപ്പോഴും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നിലയിലേക്ക് ഇറാൻ പോകുന്നതിൻ്റെ കാരണം ഖാംനെയി അവിടെ ലൈവായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിനു മുമ്പ് ഇസ്രായേലുമായി യുദ്ധമുണ്ടായിരുന്ന സമയത്ത് ഖാംനെയി കൊല്ലപ്പെട്ടു എന്ന് വരെ വാർത്തകൾ വന്നിട്ടുള്ളതാണ്, നമുക്കറിയാം. പക്ഷേ അതിനുശേഷവും ജനലക്ഷങ്ങളുടെ നടുവിലേക്ക് ഖാംനെയി വന്ന് സകലരെയും ഞെട്ടിച്ചതാണ്. ഇനി ഈ പറയുന്ന ഇന്ത്യയുടെ ഇറാൻ കോൺസുലേറ്റ് പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ, അതിൻ്റെ തർജ്ജമ ഇങ്ങനെയാണ്: വിദേശ ശക്തികളുടെ ഭീഷണികളോ മാധ്യമങ്ങളിലെ അതിശയോക്തികളോ ഖാംനെയിയെ ആത്മവിശ്വാസത്തെ തളർത്തിയിട്ടില്ല. ഞങ്ങൾക്ക് വിദേശ ശക്തികളെ ഭയമില്ല. ഞങ്ങൾ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കും. സ്വയം പര്യാപ്തതയും ദേശീയ അഭിമാനവും ദേശീയ ബോധവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്നു തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയുമായുള്ള വെല്ലുവിളികൾ, അമേരിക്കയ്ക്ക് നേരെ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ വരുന്ന ഈ സവിശേഷ സാഹചര്യമൊക്കെ ഇറാൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ഇറാൻ ജനതയുടെ ഐക്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇറാനിൽ പ്രാദേശികമായ സംഘർഷങ്ങൾ, ഇപ്പോൾ ഒരു രാജ്യത്തേക്ക് ഒരു ആക്രമണം വിദേശ ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ രാജ്യത്തിനുള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് ആ രാജ്യത്തോട് സ്നേഹമുള്ള ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കും. അതാണിപ്പോൾ ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്ക ഇറാനിലെ ആഭ്യന്തര സംഘർഷത്തിൽ മുതലെടുപ്പ് നടത്തുകയാണ് എന്ന് ഇറാന് മനസ്സിലായതോടുകൂടി, അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങൾക്ക് മനസ്സിലായതോടുകൂടി അവർ ഖാംനെയി ഭരണകൂടത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണിപ്പോൾ. അതും അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. അതേസമയം ഇസ്രായേലിന് ഒരു തിരിച്ചടിയാണ്. അല്ല, ഇതിൽ ആത്യന്തികമായിട്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്നത്, വിഷമമുണ്ടാകുന്നത് ഇസ്രായേലിനാണ്. ഇറാൻ തകരാതിരിക്കുന്നു. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ വന്നിട്ടും ഇറാൻ യുദ്ധമുഖത്ത് നിന്ന് പിന്മാറാതിരിക്കുന്നു. അമേരിക്കയെ ഇറാൻ തുറന്നെതിർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും അധികം വിഷമമുള്ളത് ഇറാൻ ശക്തമായിരിക്കുകയും ഇറാൻ കരുത്തോടു കൂടി തിരിച്ചടിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും അധികം വിഷമം വരുന്നത്, സങ്കടം വരുന്നത്, ഇച്ഛാഭംഗം ഉണ്ടാകുന്നത് ഇസ്രായേലിന് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇസ്രായേലാണ് ഇപ്പോഴത്തെ ഈ യുദ്ധ സാഹചര്യം ഉണ്ടാക്കിയത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന നിലയിലേക്ക് തിരക്കഥ എഴുതിയതൊക്കെ ഇസ്രായേലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നമുക്ക് ഇസ്രായേൽ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന് പറയാൻ സാധിക്കില്ല. ഇസ്രായേൽ സന്തോഷിക്കണമെങ്കിൽ ഇറാൻ തകരുന്ന സാഹചര്യം തന്നെ വേണം. ഇപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആയത്തുള്ള അലി ഖാംനെയി ഈ പറയുന്ന പോലെ ഭരണ നിർവഹണം നടത്തുന്ന അതേ സമയത്ത് തന്നെ ഖാംനെയിയുടെ മൂന്നാമത്തെ മകനായ മസൂദ് ഖാംനെയി പിതാവിൻ്റെ ഓഫീസിൻ്റെ ചില നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തു. അതായത് കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ മുന്നിലേക്ക് വരികയാണ്. അമേരിക്ക ഏത് നിമിഷവും ആക്രമിക്കുമെന്ന ഭീഷണിയിൽ ചുറ്റിക്കറങ്ങുകയാണ്. പാശ്ചാത്യ ശത്രുക്കൾ ഇറാൻ്റെ വീഴ്ച കാണാൻ വേണ്ടി പല പണികളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആയത്തുള്ള അലി ഖാംനെയി മൂന്നാമത്തെ മകനായ മസൂദ് ഖാംനെയിയെ കൂടി ഭരണത്തിൻ്റെ ചില ഭാഗങ്ങളുടെ ചുമതല ഏൽപ്പിച്ച് കുറേ കൂടി കരുത്താർജിച്ച പ്രതിരോധത്തിലേക്ക്, കരുത്താർജിച്ച തിരിച്ചടികളിലേക്ക്, രാജ്യത്തെ തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ
കരുത്താർജിച്ച പ്രത്യാക്രമണത്തിലേക്ക് രാജ്യത്തിൻ്റെ സൈനിക ശേഷിയെ കൊണ്ടുപോകുന്ന നിലയിലേക്ക് സർവ്വസജ്ജമായിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാനിലെ നമ്മുടെ പാശ്ചാത്യ മാധ്യമങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളും പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് ഇറാൻ തന്നെ പറയുകയാണ് രേഷ്മ. ഒരു ക്രിസ്റ്റൽ ക്ലിയറോടെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഇറാൻ എപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. അതിലൊരു സംശയമില്ല. അവർ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ അവർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ മരിച്ചത് ഈ ഇറാൻ ആണെങ്കിൽ പോലും ഇറാന്റെ ഒരു ശക്തിനെ തകർക്കാൻ ഇന്നേ വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ പറഞ്ഞു വിട്ട് ഒരു ഡെമോ കാണിക്കാനാണോ ഇസ്രയേൽ ഒരുങ്ങുന്നത്? അല്ലെങ്കിൽ ഇസ്രയേൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കത്തിൽ മിണ്ടാതിരിക്കുന്നതും അമേരിക്ക ഇങ്ങനെ തള്ളിവിടുന്നതിൻ്റെയും കാരണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രേഷ്മ. അതായത് ഈ യുദ്ധ സാഹചര്യം അല്ലെങ്കിൽ ഈ പക വർദ്ധിപ്പിച്ച അമേരിക്കയെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കിയത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലാണ്. നെതന്യാഹു ആണ് വെറുതെ ഇരുന്ന് ട്രംപിൻ്റെ അടുക്കൽ പോയിട്ട് ഇറാൻ കരുത്താർജിക്കുന്നു, ഇറാൻ ഒരുപാട് ആയുധങ്ങളുണ്ട്, ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ നിർബാധം നടക്കുന്നു, അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തകർക്കണമെന്ന് പറഞ്ഞ് ട്രംപിനെ എരികേറ്റി ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത് ഇസ്രായേലാണ്. പക്ഷേ യുദ്ധ സാഹചര്യത്തിലേക്ക് വന്ന് ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്ക പറയുമ്പോൾ ഇറാൻ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കും. ഇസ്രായേലും ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയപ്പോൾ ഇസ്രായേൽ പൊടുന്നനെ സ്കൂട്ടാവുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് വിദേശകാര്യ അപഗ്രഥനമാണെങ്കിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല നീക്കങ്ങളും ഇപ്പോൾ ട്രംപിൻ്റെ വെല്ലുവിളികൾ, ട്രംപിൻ്റെ വീരവാദങ്ങൾ, ട്രംപിൻ്റെ നിലപാട് മാറ്റം, കരണം മറച്ചിൽ, അതുപോലെ തന്നെ ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് യുദ്ധത്തോടെടുക്കുമ്പോൾ ഒന്നും മിണ്ടാതെയുള്ള ഇസ്രായേലിൻ്റെ മാറി നിൽക്കൽ, വെനസ്വലൻ പ്രസിഡന്റിനെ തൂക്കിക്കൊണ്ടു പോയതുപോലെ ഖാംനെയിയെ തൂക്കിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകൾ ഖാംനെയിയും മസൂദ് പെഷഷ്കിയാനും ഇറാൻ സൈന്യവും ഒക്കെ തിരിച്ച് വെല്ലുവിളിക്കാൻ തുടങ്ങുകയും അവരുടെ ആയുധങ്ങളുടെ തീവ്രത എത്രത്തോളമാണെന്ന് പറയാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തതോടെ മിണ്ടാതെ മൂലക്കിരിപ്പാണ്. അതായത് ആദ്യത്തെ അടി ഇസ്രായേലിലേക്കായിരിക്കും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഉണ്ടാവുക എന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. ഇറാനെ പ്രതിരോധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇറാൻ്റെ അത്യാധുനിക മിസൈലുകളെയൊക്കെ തടയുന്ന വിധത്തിലുള്ള ഒരു സന്നാഹവും ഇസ്രായേലിൻ്റെ പക്കൽ ഇല്ല എന്ന്, കാര്യക്ഷമമായി ഇല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ജൂണിൽ മനസ്സിലാക്കിയതാണ്. കുറച്ച് നാളും കൂടി 12 ദിവസമാണ് ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. അത് കുറച്ച് നാൾ കൂടി അങ്ങനെ പോവുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇസ്രായേലിൻ്റെ പല തന്ത്രപ്രധാന ഭാഗങ്ങളും ഇന്ന് ഉണ്ടാകില്ലായിരുന്നു, വെണ്ണീറായി പോയേനെ. കാരണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ പല വിധത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഇല്ലാതാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇപ്പോൾ തന്നെ ഇറാൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഈ അത്യാധുനിക ആയുധങ്ങളൊക്കെ ഇറാൻ കൂട്ടത്തോടെ പ്രയോഗിച്ചാൽ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോമൊക്കെ നിഷ്പ്രഭമാകുകയും വലിയ തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭൂമിശാസ്ത്രപരമായി പോലും ഉണ്ടാകും. അത് അന്താരാഷ്ട്ര തലത്തിലും വലിയ തിരിച്ചടി ഇസ്രായേലിനുണ്ടാകുമെന്ന ബോധ്യമുള്ളത് കൊണ്ട് ഇറാനെ കൂടുതൽ ചൊറിഞ്ഞ് പ്രകോപിപ്പിക്കാതെ നിശബ്ദമായിരിക്കാം എന്ന നയതന്ത്രപരമായ നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ടാകാം ഇസ്രായേൽ എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പോലും ഇസ്രായേലിൻ്റെ പ്രസിഡന്റിനെ അയച്ചിട്ടില്ല ഇസ്രായേൽ ഇപ്പോൾ. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെതിരെ വലിയ പ്രതികരണങ്ങളൊക്കെ നടത്തി സ്ഥിതി ഗുരുതരമാക്കി പണി ഇരന്ന് മേടിക്കേണ്ടതില്ല എന്ന് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇസ്രായേലും ഇറാനും ഏറ്റുമുട്ടിയാൽ ഈ പടയാളികളുടെ കാര്യത്തിലായാലും, അതായത് സൈന്യത്തിൻ്റെ കാര്യത്തിലായാലും, ഡ്രോണുകളുടെ കാര്യത്തിലായാലും, മിസൈലുകളുടെ കാര്യത്തിലായാലും, സബ്മറൈനുകളുടെ മുങ്ങിക്കപ്പലുകളുടെ കാര്യത്തിലായാലും, മൊത്തത്തിലുള്ള സൈനിക ബലത്തിൻ്റെ കാര്യത്തിലായാലും, സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും ഒക്കെ ഇറാൻ ബഹുദൂരം മുന്നിലാണ്. ആകെ ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണത്തിൽ മാത്രമാണ് ഇസ്രായേലിന് ഒരു മേൽക്കൈയുള്ളത്. അതും 200-300 എണ്ണം മാത്രമേ മൊത്തത്തിൽ ഇസ്രായേലിൻ്റെ പക്കലുള്ളൂ. പക്ഷേ അതിനെയൊക്കെ തകർക്കാൻ ഉതകുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ 3000-ലധികം ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ കഴിഞ്ഞ വർഷം ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. അതുപോലെ തന്നെ 20,000-ൽ പരം വൈവിധ്യങ്ങളാർന്ന ഡ്രോണുകൾ ഇറാൻ്റെ പക്കലുണ്ട്. ഇത്രയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ കടന്നാക്രമിക്കാൻ ഇറാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് അത് വലിയ തിരിച്ചടിയാകുമെന്ന് നെതന്യാഹുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുക എന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായി യുദ്ധം ചെയ്ത് ഈ ഇറാനെ കീഴ്പ്പെടുത്തുക എന്ന നിലയിലേക്ക് ഒരിക്കലും ഇസ്രായേൽ ചിന്തിക്കില്ല. എന്ന് മാത്രമല്ല, അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ, ഒരു വലിയ യുദ്ധമുണ്ടായാൽ അതിൽ നല്ലപോലെ ബാധിക്കുന്നത് തങ്ങൾക്കാണ് എന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇസ്രായേൽ അമേരിക്കയെ ഇട്ടുകൊടുത്തിട്ട് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു പക്ഷേ വലിയ പ്രകോപനത്തിലേക്ക് പോയി പണി വാങ്ങിക്കേണ്ടതില്ല എന്ന് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇതൊക്കെ. എന്തായാലും ഇറാൻ
ഇറാൻ്റെ കരുത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു സംശയവുമില്ല എന്ന് മാത്രമല്ല, പാശ്ചാത്യ മാധ്യമങ്ങളും നമുക്കിടയിലുള്ള മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞു പരത്തിയ ഇറാൻ്റെ തകർച്ച, ഖാംനെയുടെ ഒളിവ് ജീവിതം തുടങ്ങിയവയൊക്കെ വ്യാജമായിരുന്നുവെന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ പറയുകയും കൂടി ചെയ്തതോടെ ഇറാൻ്റെ കരുത്തിന് ഒട്ടും ചോർച്ച വന്നിട്ടില്ല എന്ന് ലോകത്തിന് മനസ്സിലാവുക തന്നെയാണ് രേഷ്മ.